ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് കാറ്റ്. കേരളത്തിന്റെ പൊതുവായ കാറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ഇരവിപുരത്തിനും സാധിക്കില്ല. ഇരവിപുരം മണ്ഡലം തിരികെ പിടിക്കുന്നതിന് വേണ്ടി UDF ഇത്തവണ ഇറക്കിയിരിക്കുന്നത് ഒരു യുവമുഖത്തെയാണ്, ഒരു യുവാവിനെയാണ് ഇറക്കിയിരിക്കുന്നത്. RSPക്കാണ് സീറ്റ്. അപ്പോൾ അഡ്വക്കേറ്റ് വിഷ്ണു മോഹനാണ്. ഓടി നടക്കുകയാണ് മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം. ഈ ഓട്ടം കാണുമ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥി ഓർമ്മ വരുന്നുണ്ട്. ആരെയാണ്? ചാണ്ടിയമ്മൻ ഇങ്ങനെ ഒരു ഓട്ടം അല്ലേ? അല്ല, തീർച്ചയായും ഞങ്ങൾക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവ് തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഞങ്ങളെല്ലാം നേരിടുന്നത്. അപ്പൊ സ്വാഭാവികമായി മണ്ഡലത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിച്ചേരുക എന്ന് പറയുന്ന ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ ഈ ഓട്ടം അനിവാര്യമാണ് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ്. അതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിന്റെ അനുകരണമല്ല. ഞാൻ മാത്രമല്ല, എന്നോടൊപ്പമുള്ള മുഴുവൻ നേതാക്കന്മാരും, ഇവരെല്ലാം ഈ മണ്ഡലത്തിലെ നേതാക്കന്മാരാണ്. ആ ഓട്ടത്തിന്റെ വേഗതയുടെ ഇന്ധനം ഈ എന്റെ UDFന്റെ ടീം UDF എന്ന ഇരവിപുരമാണ്. അതാണ് CPMന്റെ ശക്തമായ വാർഡാണ്. 2 തവണ MLA. നമുക്ക് ഒരിക്കലും കുറച്ച് കാണിക്കാൻ പറ്റില്ല M നൌഷാദിനെ. എങ്ങനെ കാണുന്നു കുറച്ച് ദിവസമായി ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുമ്പോൾ? ശക്തമായ തെരഞ്ഞെടുപ്പാണ്. ശക്തമായ ഈ മണ്ഡലം ഏറ്റവും പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായി വളരെ പ്രാധാന്യമുള്ള രാഷ്ട്രീയ പ്രാധാന്യം നൽകുന്ന ഒരു മണ്ഡലമാണ്. ഒരു പൊളിറ്റിക്കൽ മണ്ഡലമാണ്. ഒരു പൊളിറ്റിക്കൽ അസംബ്ലി മണ്ഡലം തന്നെയാണ് ഇരവിപുരം. ആ ഇരവിപുരം മണ്ഡലത്തില് പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്തുക. ആ പൊളിറ്റിക്കൽ ഫൈറ്റിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് കാറ്റ്. കേരളത്തിന്റെ പൊതുവായ കാറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ഇരവിപുരത്തിനും സാധിക്കില്ല. അതിന്റെ ഭാഗമായി തന്നെ ആ കാറ്റിനൊപ്പം തന്നെയാണ് ഇരവിപുരം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന്, ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഏറ്റവും വലിയ മെസ്സേജ്. ആ മെസ്സേജിൽ നിന്നുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷം പറയുന്നത് ചെയ്ത വികസന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. എന്താണ് ഇരവിപുരത്തെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ? ഒരു ഭരണകക്ഷി MLA 10 വർഷം തുടർച്ചയായി MLA ആയിരിക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിലെ എടുത്തു പറയാവുന്ന തരത്തിലുള്ള ഒരു വികസനവും ഇവിടെ നാട്ടിലുണ്ടോ, അല്ലെങ്കിൽ അത് ജനങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. ഒരു ഭരണകക്ഷി MLA ആണ്. അപ്പൊ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ മണ്ഡലത്തിൽ. അതിന് ഈ മണ്ഡലത്തിന്റെ വികസന മുരടിപ്പ് എന്തായിരുന്നു എന്നുള്ളത് ഞങ്ങൾ ജനങ്ങളുടെ ചർച്ചയെ തുടർന്നുണ്ടാകുന്ന ഞങ്ങൾ ഈ ഇരവിപുരത്തെ എങ്ങനെയാണ് മാറ്റുന്നത്, ഒരു പുതുയുഗ കേരളത്തിനോടൊപ്പം പുതുയുഗ ഇരവിപുരം എങ്ങനെയായി തീരണമെന്ന് ഞങ്ങളുടെ ജനപ്രതിനിധികളടക്കം ഇപ്പൊ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു എന്തെങ്കിലും പ്ലാൻ ഒക്കെ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും ഒരു കൃത്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുന്നിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ചെല്ലുന്നത്. അപ്പൊ സ്വാഭാവികമായും തന്നെ കേരളത്തിനൊപ്പം പുതുയുഗ ഇരവിപുരം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വോട്ടഭ്യർത്ഥിക്കുന്നത്. ഇവിടുത്തെ സർവ്വമേഖലയും, കായിക മേഖല, ഇവിടുത്തെ അടിസ്ഥാന റോഡ് വികസനം, അതുപോലെ തന്നെ സുനാമി ഫ്ളാറ്റുകളും അതുപോലെ തന്നെ സെറ്റിൽമെന്റ് കോളനികളും അടക്കമുള്ള ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നമുണ്ട്. ഇരവിപുരം ഒരു തീരദേശ മേഖല കൂടി ആയതുകൊണ്ട് തീരദേശ മേഖല അഭിമുഖീകരിക്കുന്ന അടക്കമുള്ള അടിസ്ഥാന പ്രശ്നങ്ങളെ കൂടി ചർച്ച ചെയ്തുകൊണ്ട് അവരുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് കൃത്യമായ ഒരു വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ മുന്നിൽ ഐക്യ ജനാധിപത്യ മുന്നണി വോട്ടഭ്യർത്ഥിക്കുന്നത്. പൂർണ്ണ വിജയപ്രതീക്ഷ. തീർച്ചയായും ഇത് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിലെത്തുമ്പോൾ ഇരവിപുരത്ത് നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു MLA, ഒരു ജനപ്രതിനിധി ഉണ്ടാകുമെന്നുള്ളത് ടീം UDF ഇരവിപുരത്തിന്റെ ഒരു ഉറപ്പാണ്. ആ ഉറപ്പ് പാലിക്കാൻ വേണ്ടിയിട്ട് ടീം UDF ഇവിടെ പൂർണ്ണമായും സജ്ജവുമാണ്. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. പൂർണ്ണമായി, അതായത് മണ്ഡലം തിരികെ പിടിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള വിഷ്ണു മോഹൻ. കൊല്ലത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.